ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സർക്കിട്ട് എങ്ങോട്ടാണെന്നല്ലേ നമ്മളിതാ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഇറങ്ങണം എന്നുള്ള ഒരു വാശി കൊണ്ടാണ് ഇന്ന് നേരത്തെ ഇറങ്ങിയിട്ടുള്ളത്. ഇല്ലെങ്കിൽ പലപ്പോഴും എത്ര വിചാരിച്ചാലും നമ്മൾ നേരത്തെ ഇറങ്ങില്ല കേട്ടോ. ഇപ്പോൾ ഖത്തറിൽ നല്ല ചൂട് തുടങ്ങിയത് കൊണ്ട് തന്നെ നേരത്തെ ഇറങ്ങുക പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നല്ല ചൂടും ഹ്യൂമിഡിറ്റിയും കൂടുതലാണ്. ശരിക്കും നമുക്ക് കണ്ണൊന്നും തുറക്കാൻ പറ്റാത്ത അത്രയും സൂര്യൻ്റെ ആ ഒരു ഇത് നമ്മുടെ മുഖത്തടിക്കും കേട്ടോ. പിന്നെ ഖത്തറിലുള്ള എല്ലാ സ്ഥലങ്ങളും കാണേണ്ടത് നമ്മുടെ ആവശ്യമായതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഇത് മുന്നേ നമ്മൾ വന്നിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. പക്ഷേ എല്ലാതും കൂടി ഒരുമിച്ച് കാണിക്കൽ നടക്കില്ല. നമ്മളും പാർട്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓരോ സമയത്ത് ഓരോന്ന് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ വന്ന് അത് വിസിറ്റ് ചെയ്യാറുള്ളത്. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഖത്താരയിലാണ്. ഇവിടെ ഒരു കിടിലൻ സ്പോട്ട് ഉണ്ട്. അത് കാണാതെ പോയി പറഞ്ഞാൽ വലിയ മിസ്സിംഗ് ആയിരിക്കും കേട്ടോ. നാട്ടിലേതുപോലെ തന്നെ തോന്നിപ്പിക്കുന്ന ഒരു അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ പോകാൻ റെഡിയായി നിൽക്കുമ്പോഴാണ് ദമോന് ഇക്കാനോട് എടുപ്പിക്കുന്നത് കേട്ടോ. ഇപ്പോൾ സ്ഥിരം പണിയായിട്ടുണ്ട്. ഞങ്ങൾ പോകാനായതുകൊണ്ട് തന്നെ കുറച്ചും കൂടി കൊഞ്ചൽ കൂടിയിട്ടുണ്ട് അവനിക്ക്. അപ്പോൾ ഇതാണ് കേട്ടോ, അതാ അടിപൊളിയായിട്ട് നല്ല പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. ശരിക്കതാ ഇതാണ് സംഭവം. കണ്ടല്ലോ, നമ്മുടെ നാട്ടിലെന്ന് പോലെ തോന്നുന്ന ആ പുഴയൊക്കെ ഒഴുകി വരുന്ന ആ ഒരു ഭംഗി എന്തൊരു രസമായിട്ടാണ് അവർ ക്രിയേറ്റ് ചെയ്തതാണ്. പക്ഷേ അടിപൊളി ലുക്കായിരുന്നു കാണാൻ തന്നെ. ശരിക്കും ഇത് കുന്നിൻ്റെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന ആ ഒരു സ്റ്റൈലിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സംഭവം കിടുവാണ് കേട്ടോ. അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാം കേട്ടോ. പക്ഷേ ഇതിൽ കാലിട്ട് കളിക്കുക അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. അവിടെ സെക്യൂരിറ്റിയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം നോക്കിയും കണ്ടിട്ട് വേണം നമ്മളിവിടെ എന്താ പറയുക ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഈ വെള്ളമൊക്കെ ഒഴുകി പോയിട്ട് ഇതേപോലെ ഒരു തടാകം പോലെ താഴെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഇങ്ങനെ കാലിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെയൊന്നും അല്ല കേട്ടോ. മെയിനായിട്ട് ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സാകെ ഇവിടെ തന്നെ നിന്ന് പോയി. പിന്നെ ഞാൻ അങ്ങോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് വീഡിയോസ് എടുത്ത് തരുന്ന തിരക്കിലായിരുന്നു. ഞാൻ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യണം, എന്നെ വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നുള്ളത് പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. നല്ലൊരു ക്യൂട്ടായ പ്ലേസ് ആണെന്ന് തന്നെ പറയാം. എനിക്ക് കണ്ടിട്ടും മതി വരുന്നില്ല കേട്ടോ. ഞങ്ങൾ ഇതിന് മുന്നേ ദിവസം പോയി, അപ്പോൾ ഇരുട്ടായി, അപ്പോൾ കൂടുതൽ ഭംഗി ആസ്വദിക്കാൻ പറ്റില്ല പറഞ്ഞിട്ടാണ് പിറ്റേ ദിവസം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു പ്ലേസിലോട്ട് നമ്മൾ 2 times ആണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിൻ്റെ ഭംഗി കണ്ടിട്ട്. അങ്ങനെ മോന് വെള്ളത്തിൽ ഇറങ്ങി കളിക്കുന്നുണ്ട് കേട്ടോ. അവസാനം ചെറുതായിട്ടൊന്ന് വീണ് കാല് കുറച്ച് ഉള്ളിലോട്ട് പോയി. പിന്നെ പാൻറ്റൊക്കെ ആകെ മൊത്തം നനഞ്ഞ് ഒരു വിധമായിട്ടുണ്ട്. ക്രിയേറ്റ് ചെയ്തായാലും അത്യാവശ്യം ആഴം പോലെ തന്നെയാണ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാല് ജസ്റ്റ് നല്ലോണം ഉള്ളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ചെറുതായി വേദനിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവൻ സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പം നേരെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഗിംബലിൽ ജസ്റ്റ് ട്രൈ ചെയ്യാൻ കേട്ടോ. ശരിക്കും കുന്ന് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമുക്ക് താഴ്ന്ന ശരിക്കും നേരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു കുന്നാണ്. അത് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഈ വീഴാൻ പോണത് അതുകൊണ്ടാണ് കേട്ടോ. എങ്കിലും കുറച്ച് ഷോയൊക്കെ കാട്ടേണ്ടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് എടുക്കുന്നത്. എൻ്റെ ഗിംബലിന് കൊണ്ടുള്ള ചെസ്റ്റ് ട്രൈ കൂടിയാണ് കേട്ടോ ഇതൊക്കെ ചെയ്ത് നോക്കുന്നത്. ആരുമല്ല, ഗിംബൽ തന്നെയാണ് ശരിക്കും നമ്മളെ റൊട്ടേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഇതാ മോന് നടുവന്ന് ഷൂ ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് പപ്പാനെ രക്ഷിക്കാൻ വിളിക്കുകയാണ്. എന്തിനെന്ന് അറിയില്ല. അവിടെ കിടന്ന് കുറച്ച് അഭ്യാസങ്ങളൊക്കെ കാട്ടുന്നുണ്ട്. അവൻ്റെ ശബ്ദം കേട്ടിട്ട് ബാക്കിലുള്ളവരൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെയൊക്കെ ശബ്ദം ഇടല്ലേ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവൻ അതൊന്നും മൈൻഡ് ആക്കണില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ വൈബൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞപ്പോൾ നേരം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു കുറച്ചും കൂടി പ്രകാശപൂരിതമായ ഒരു സ്ഥലത്തിലോട്ട് പോകാൻ ഇനി അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അടുത്ത പ്ലേസിലോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.